ഭാരതീയ ജനതാ പാർട്ടി എന്ന BJPയുടെ കേരളത്തിലെ സാധ്യതകളെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണമാണ് ഞാൻ ഈ ഘട്ടത്തിൽ നടത്തുന്നത്. കേരളത്തിൽ ഏറെ ശ്രദ്ധേയനായ ശ്രീ കെ കരുണാകരൻ്റെ മകൾ പത്മജ അടക്കമുള്ള ചില രാഷ്ട്രീയ നേതാക്കൾ BJPയുടെ ഭാഗമാകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ ഈ ഒരു നിരീക്ഷണം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ BJP അടുത്ത കാലത്ത് അധികാരത്തിൽ വന്നതൊന്നും ജനാധിപത്യത്തിൻ്റെ ശരിയായ വഴികളിലൂടെ അല്ല എന്ന് നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ഏതൊരാൾക്കും അറിയാം. ജയിച്ചു വരുന്ന പാർട്ടിയിലെ MLA-മാരെ വിലക്കെടുക്കുക, അവരെ വിലക്കെടുക്കാൻ വേണ്ടി കോർപ്പറേറ്റുകളെ പൂർണ്ണമായി ആശ്രയിക്കുക, ആ വരുന്ന ആളുകളുടെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഭരണം മുഴുവൻ, സംസ്ഥാന ഭരണം മുഴുവൻ കൈപ്പിടിയിലാക്കുക. ക്രമേണ രാജ്യത്തിൻ്റെ എല്ലായിടത്തും കോർപ്പറേറ്റ് സമ്പത്ത് ഒഴുക്കിക്കൊണ്ട് വേണ്ട തരത്തിലെ പ്രീണന നയങ്ങളിലൂടെ തങ്ങൾക്ക് അധികാരത്തിലെത്താൻ കഴിയുന്ന അവസരങ്ങളെ സംജാതമാക്കുക. ഈ ഒരു തന്ത്രമാണ് BJP പരീക്ഷിച്ചിട്ടുള്ളത്. പലരും നിരീക്ഷിക്കുന്ന പോലെ ഹിന്ദുത്വ രാഷ്ട്രീയമുയർത്തിയാണ് BJP വരുന്നത് എന്ന വാദത്തിൽ വലിയ കഴമ്പില്ല. ചെറിയൊരളവിൽ ഹിന്ദുത്വ രാഷ്ട്രീയം അവരെ സഹായിച്ചിട്ടുണ്ട് എന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്നാൽ BJPയുടെ അടുത്ത കാലഘട്ടത്തിലെ ഏതാണ്ട് 1.5 പതിറ്റാണ്ടോളം വരുന്ന മോഡി സ്വാധീനമുണ്ടായ ശേഷമുള്ള വിജയത്തിൻ്റെ എല്ലാം പിന്നിൽ രാഷ്ട്രീയ കുതിരക്കച്ചവടം, കോടിക്കണക്കിന് റുപ്യ കൊടുത്തുകൊണ്ട് മറ്റു പാർട്ടികളിലെ നേതാക്കന്മാരെയോ സ്വാധീനമുള്ളവരെയോ MLA-മാരെയോ MP-മാരെയോ സ്വന്തം പോക്കറ്റിലാക്കുന്ന ആ പ്രവണത തന്നെയാണ് BJPയുടെ വളർച്ചയുടെ അടിസ്ഥാനം. എന്നാൽ ഇന്ന് ആ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പണം കൊടുത്തില്ല എങ്കിൽ കൂടിയും BJPക്ക് ഇന്ത്യയിൽ വ്യക്തമായൊരു സ്വാധീനം ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് കാണാതിരിക്കുന്നില്ല. ഇവരോട് പടപൊരുതി ഇനി ഇവിടെ തിരികെ ഒരു കോൺഗ്രസ് ഭരണം വരിക എന്നത് വിദൂരതകളിൽ മാത്രം സ്വപ്നം കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം കോൺഗ്രസ് പാർട്ടി നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നേ ക്ഷയിച്ചിരിക്കുന്നു. അങ്ങേയറ്റം അത് ദുർബലമായി കഴിഞ്ഞിരിക്കുന്നു. അതിന് സംഘടനാ പാടവത്വം പ്രകടമാക്കാൻ കഴിയുന്ന നേതാക്കളില്ല. പ്രാദേശിക തലങ്ങളിൽ അത് നിർജ്ജീവമാണ്. അതിന് വലിയ സാമ്പത്തികമായ ഞെരുക്കമുണ്ട്. BJPയുടെ സമ്പദ്സ്ഥിതിയോട് പടപൊരുതി പിടിച്ചു നിൽക്കാൻ വേണ്ട സമ്പദ്സ്ഥിതി ഒരിക്കലുമില്ല. ഈ ഒരു പരിസ്ഥിതിയിൽ കോർപ്പറേറ്റുകൾ ചേർന്ന് BJP എന്ന പാർട്ടിയെ വിലക്കെടുത്തിട്ടുണ്ട് എന്നതും നമ്മൾ കാണാതിരിക്കേണ്ട. BJP അങ്ങനെ മറ്റു പാർട്ടിയിലെ MP-മാരെ സ്വന്തമാക്കിയോ, ഇതുപോലെ അദാനിമാരെ പോലെയുള്ള വലിയ സമ്പന്നന്മാർ ഈ പാർട്ടിയെയും സ്വന്തമാക്കിയിട്ടുണ്ട്. RSSന്റെ നാഗ്പൂർ ആസ്ഥാനത്തെ തിട്ടൂരങ്ങളെക്കാൾ മോഡി വിലമതിക്കുന്നത് അദാനിയുടെ നിർബന്ധങ്ങൾക്കാണ്. അത് പലരും ശ്രദ്ധിക്കാതെ പോകുന്നു. ആളുകൾ പറയാറുണ്ട് RSS കാര്യാലയത്തിലെ നിബന്ധനകൾ പാലിച്ചാണ് BJPയുടെ രാഷ്ട്രീയം മുമ്പോട്ട് പോകുന്നതെന്ന്. ഒരു പരിധിവരെ അതിന് സത്യമുള്ളൂ. കാരണം RSS ഉയർത്തുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെ തങ്ങളുടെ അനുഗാമികൾക്ക് ഏതാണ്ടൊക്കെ മനസ്സിലാകുന്ന വിധത്തിൽ അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ മോദിക്ക് അനുവാദമുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയം പൂർണ്ണമായും കോർപ്പറേറ്റ് ബിസിനസ്സിൻ്റെ ഭാഗം തന്നെയാണ്. നമുക്കറിയാം, ഇന്ന് എൻ്റെ അടുത്തൊരു അമേരിക്കൻ സുഹൃത്തുമായി കഴിഞ്ഞ രാത്രിയിലൊക്കെ ഞാൻ സംസാരിക്കുകയായിരുന്നു. എൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത് 25 വർഷമായിട്ട് അദ്ദേഹം അവിടെ ഉണ്ട്. അവിടെയും മോഡിക്ക് വേണ്ടി BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന ധാരാളം ഇന്ത്യക്കാരുണ്ട്. സമ്പത്ത് ശേഖരിച്ച് വിദേശ നാണയം ശേഖരിച്ച് ഇന്ത്യയിലേക്ക് അയച്ചിട്ട് ഈ ഭരണത്തെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നവരുണ്ട്. കാരണം കോർപ്പറേറ്റുകൾ ഏറെ വിലമതിക്കുന്ന ഒന്നായി കഴിഞ്ഞിരിക്കുന്നു മോഡിയുടെ ഭരണം. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും പോലെ RSS കാര്യാലയത്തിലെ നിബന്ധനകളെ അപ്പാടെ വെട്ടിവിഴുങ്ങുന്നൊരു നേതാവല്ല മോഡി. മറിച്ച് മോഡിക്ക് മീതെ ഒരു വലിയ അധികാര കേന്ദ്രമുണ്ടെങ്കിൽ അത് ഇത്തരം ഇലുമിനാറ്റികളാണ് എന്ന് പറയാതെ വയ്യ. അപ്പോൾ ഇദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെയും BJPയെയും തന്നെ വിലക്കെടുത്ത
മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ അവരുടെ ആജ്ഞാനുവർത്തിയെപ്പോലെ പ്രവർത്തിക്കുന്ന മോഡിയുടെ രാഷ്ട്രീയം, അത് പിന്നെ താഴെത്തട്ടിലേക്ക് വരുമ്പോൾ സമ്പന്നരെ അതുപോലെ തന്നെ മറ്റ് സമൂഹത്തിലെ എല്ലാത്തരം ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയ കുതിരക്കച്ചവടം. MLA-മാരെ വിലക്കെടുക്കുക, പാർട്ടി സ്വന്തമാക്കുക, ആ മറ്റ് പാർട്ടികളെ മുഴുവൻ വൈപ്പൗട്ടാക്കി കളയുക, തുടച്ചു നീക്കിക്കളയുക. മറ്റൊന്ന്, അവർ നടത്തുന്ന വർഗീയ രാഷ്ട്രീയത്തെ കാണാതിരിക്കുന്നില്ല. അതുകൂടി ഒന്ന് വിശദീകരിക്കാം. ആ വർഗീയ രാഷ്ട്രീയം ഫലപ്രദമായി വിനിയോഗിക്കാൻ അവർക്ക് മറ്റ് സ്റ്റേറ്റുകളിൽ കഴിയുന്നു. കാരണം കൃത്യമായി BJP അത് ഉയർത്തുന്ന രാഷ്ട്രീയം അത് ഒരു സവർണ രാഷ്ട്രീയമാണ്. തികഞ്ഞ ഒരു ബ്രാഹ്മണിക്കൽ ഹെജിമണി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. പക്ഷേ അതങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ മോഡി എന്ന മനുഷ്യനെ വളരെ പെട്ടെന്ന് തന്നെ പിന്നോക്കനാക്കിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ സമുദായത്തെ കൂടി പിന്നോക്ക സമൂഹത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ഒരു പൊളിറ്റിക്സ് കളിച്ചുകൊണ്ട് പിന്നോക്കരുടെ പാർട്ടിയാണിതെന്ന് വരുത്തി തീർക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വളരെ ഫലപ്രദമായി ദലിത് പൊളിറ്റിക്സിലേക്ക്, ആദിവാസികളുടെ രാഷ്ട്രീയത്തിലേക്കുമൊക്കെ ഇറങ്ങിച്ചെന്ന് അവരെയും തങ്ങളുടെ പരിധിക്കാക്കാൻ BJP നടത്തും. അതുവഴിയൊക്കെ ചെറിയ ഗുണങ്ങളുണ്ട്. ഇനി BJP ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും രസാവഹമായ, ചിന്താർഹമായ മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തനം ED വഴിക്കാണ്, എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ടാണ്. പലത് CBI ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ ഇന്നതൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ നേതാക്കന്മാരൊക്കെ തന്നെ അവരുടെ ഭൂരിപക്ഷ ആളുകളും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ഭൂരിപക്ഷം ആളുകൾ അവരുടെ മക്കളോ വലിയ കൊള്ളക്കാരാണ്. ആ പദം തന്നെയാണ് നല്ലത്, ഡെക്കറേഷൻ ഇല്ലാതെ പറഞ്ഞാൽ വലിയ വലിയ കൊള്ളക്കാരാണ്. എല്ലാ പാർട്ടികളിലും കൊള്ളക്കാർ ഭൂരിപക്ഷമുണ്ട്, ചില സാധാരണ നല്ല മനുഷ്യരും ഉണ്ടായേക്കാം. ഇവർക്ക് തങ്ങളുടെ മടിയുടെ കനം കൊണ്ട് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സ്ഥിതി നിലവിലുള്ളതുകൊണ്ട് ED അയച്ച് ഇവരെ ഒന്ന് ഭീഷണിപ്പെടുത്തി ഒരു ബ്ലാക്ക് മെയിലിംഗ് വഴി സ്വന്തമാക്കി തീർക്കുന്നു. അത് UP മുതലുള്ള പ്രമുഖരായ രാഷ്ട്രീയക്കാരെ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് BJPക്കെതിരെ സ്ട്രോങ് നിലപാടെടുക്കുവാൻ വേണ്ടി ഇത്തരം പാർട്ടികൾക്ക് കഴിയാതെ പോകുന്നത്. മായാവതിയുടെ ബഹുജന സമാജ് പാർട്ടി ആയിരുന്നാലും, മുലായം സിംഗിൻ്റെ പാർട്ടി ആയിരുന്നാലും, അങ്ങനെ നമ്മൾ നിതീഷ് കുമാറിനെ ബീഹാറിൽ പഠിച്ചാലും ഇവർക്കൊക്കെ BJP വിരുദ്ധമായൊരു രാഷ്ട്രീയം പണ്ടുണ്ടായിരുന്നവരാണ്. ഏറ്റവും ശക്തമായ BJP വിരുദ്ധരായിരുന്നു. രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയുമൊക്കെ ശക്തമായ BJP വിരുദ്ധ പാർട്ടിയാണ്. പക്ഷേ അവരെ ഒക്കെ BJP പോക്കറ്റിലാക്കി. നേരെ ഏറെ ആദർശം പറയുന്ന തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ പാർട്ടിയും കഴിഞ്ഞ പൊളിറ്റിക്സിൽ കൃത്യമായി തന്നെ അന്ന് നമ്മളറിയുന്ന പോലെ കരുണാനിധിയുടെ നേതൃത്വത്തിൽ BJPയുടെ വാളയത്തിലായിരുന്ന നിരവധി വർഷങ്ങൾ. ഇവരൊക്കെ എങ്ങനെയാണ് സ്വന്തമാക്കാൻ സാധിക്കുന്നത്? ഒന്ന് ഈ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം, മറ്റൊന്ന് ഈ ജാതി രാഷ്ട്രീയത്തെ അതിൻ്റെ ചേരുവകളോടുകൂടെ ഉപയോഗിക്കാനുള്ള കഴിവ്. ഏറ്റവും പ്രധാനം ആദ്യം പറഞ്ഞ കുതിരക്കച്ചവടത്തിനുള്ള പണം കൃത്യമായി വൻ കോർപ്പറേറ്റുകളുടെ പക്കൽ നിന്ന് അവർക്ക് ലഭിക്കുന്നു. അതാവശ്യമുള്ള MLA-മാർക്കോ MP-മാർക്കോ കൊടുക്കുന്നു. ഇതാണ് നിലവിലുള്ള രാഷ്ട്രീയം. ഇന്ത്യയുടെ രാഷ്ട്രീയം അതാണ്. അതുകൊണ്ട് വലിയ മാറ്റം അതിന് വരാൻ പോകുന്നില്ല. അതേപടി കാര്യങ്ങൾ മുമ്പോട്ട് പോകും. മറുവശത്ത് ഇതിനെ പ്രതിരോധിക്കുന്നത് ആരാണ്? ഒരു കൂൾ രാഷ്ട്രീയം പോലും നയിച്ച് വിജയം കൈവരിച്ചിട്ടില്ലാത്ത, ഒരു NSU രാഷ്ട്രീയത്തിൽ പോലും കിടന്ന് തഴക്കം വന്നിട്ടില്ലാത്ത സാക്ഷാൽ രാഹുൽ ഗാന്ധിയാണ്. നമ്മൾ രാഹുൽ ഗാന്ധിയെ അധികം വിമർശിക്കേണ്ടതില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കഴിവുകേടിനെപ്പറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ സകലർക്കും അറിയാം. അതറിയാത്ത ഒരാളേ ഉള്ളൂ, അത് സാക്ഷാൽ രാഹുൽ ഗാന്ധിയാണ്. ബാക്കി ഏതൊരാൾക്കും അദ്ദേഹം നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോലും കാലിബറില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഷാഹി പറമ്പിലിനോളം, രാഹുൽ മാങ്കൂട്ടത്തിനോളം, വിഷ്ണുനാഥിനോളം പോലും ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച്, അതിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധം തീർക്കാനോ പഠിക്കാനോ കഴിയാത്ത ഒരു പാവം മനുഷ്യനാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ തൽക്കാലം വിടുക. ഇനി രാഹുൽ ഗാന്ധി മാറി വന്നാലും അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കില്ല. കാലം കഴിഞ്ഞുപോയി. രാഹുൽ ഗാന്ധി ഈ നേതൃനിരയിൽ നിന്ന് മാറേണ്ട കാലം കഴിഞ്ഞുപോയി. അദ്ദേഹം പൊളിറ്റിക്സ് തന്നെ വിടേണ്ട കാലം കഴിഞ്ഞുപോയി. അപ്പോൾ അതുകൊണ്ട് ഇനി അതൊന്നും കൊണ്ട് കാര്യമില്ല. അപ്പുറത്തേക്ക് എത്തി കാര്യങ്ങൾ. ഇനി കേരള പൊളിറ്റിക്സിലേക്ക് വരാം. ഇവിടെ പലരും നിരീക്ഷിക്കുന്ന പോലെ കേരള രാഷ്ട്രീയത്തിൽ BJP എന്തോ വലിയൊരു സംഭവമായി കഴിഞ്ഞു എന്ന തരത്തിലെ നിരീക്ഷണമേ എനിക്കില്ല. അത്തരത്തിൽ ഒരു അപകടാവസ്ഥ ഇവിടെ ഉണ്ട് എന്നും ഞാൻ കരുതുന്നില്ല. ഇതിൻ്റെ കാര്യകാരണങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയവും ഇവിടുത്തെ രാഷ്ട്രീയവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങളിലേക്ക് വരാം. ഏറ്റവും ശക്തമായ ഈ കാസ്റ്റ് പൊളിറ്റിക്സ് നടക്കുന്നൊരു സ്റ്റേറ്റ് കേരളമാണ്. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് അത് വടക്കേന്ത്യയിലൊക്കെയാണ്. ആ വടക്കേന്ത്യയിലെ ആളുകളെയാണ് ഇങ്ങനെ യാദവരാണെങ്കിലും അവിടെ മറ്റ് കമ്മ്യൂണിറ്റികളുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ കർണാടകയിൽ ചെന്നാൽ നിജലിംഗപ്പയുടെ ഒക്കെ ഗ്രൂപ്പുണ്ട്.
ഒക്കലിംഗ സമുദായങ്ങളുണ്ട്, അപ്പോൾ ഇങ്ങനെ ലിംഗായത്തുകളുണ്ട്. ഇവരെല്ലാം ഒരു കമ്മ്യൂണിറ്റിയായി നിന്നുകൊണ്ട് അവിടെയാണ് ആ പൊളിറ്റിക്സ് അരങ്ങേറുന്നതെന്ന് തോന്നിപ്പോകും. പക്ഷെ അതിലും ശക്തമായിട്ട് ഒരു ജാതി രാഷ്ട്രീയം നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ്. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. അത് പറഞ്ഞല്ല ആ പൊളിറ്റിക്സ് വർക്കൗട്ടാകുന്നത്. ഒരിക്കലും ജാതി രാഷ്ട്രീയം നേരിട്ട് പറഞ്ഞ് കേരളത്തിൽ രക്ഷപ്പെടാനാവില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗ് പോലും ജാതി പറഞ്ഞ് വിട്ടുപിടിക്കുന്നതായിട്ട് നമുക്കറിയില്ല. അവർ മതേതരത്വമാണ് പറയുന്നത്. എന്താണാവോ അവർ ഉദ്ദേശിച്ച മതേതരത്വം നമുക്കറിയില്ല. നാളിതുവരെ അവരുടെ രാഷ്ട്രീയത്തിലൂടെ ഏതെങ്കിലും ഒരു മറ്റു മതസ്ഥർ ഒരു സ്ഥാനത്തെത്തിയതായിട്ട് നമുക്കറിയില്ല. ഇതിനൊരു അപവാദം പതിവായി അവിടെ നിന്ന് മത്സരിക്കുന്ന UC രാമൻ എന്നു പേരായ ഒരു ലീഗ് നേതാവാണ്. ഈ ലീഗ് നേതാവായ UC രാമൻ ജയിക്കുന്നത് അത് സംവരണ സീറ്റായതുകൊണ്ടാണ്. അവിടെ എണിച്ചിഹ്നത്തിലൊക്കെ അദ്ദേഹം മത്സരിച്ച് ജയിക്കുന്നുണ്ട്. അത് വിട്ടുകഴിഞ്ഞാൽ അവരുടെ പാർട്ടിയിൽ ഒരു ക്രൈസ്തവനോ ഒരു നായരോ ഒരു ഈഴവനോ ഒന്നും നേതൃസ്ഥാനത്തിൽ അവിടെ ഒന്നും കാണുന്നില്ല. എന്നിട്ടും ഇടതു വലത് രാഷ്ട്രീയ പാർട്ടികൾ ഈ മുസ്ലിം ലീഗിനെ മത്സരിച്ച് മതേതര പാർട്ടിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് അങ്ങനെയെങ്കിൽ BJP മതേതര പാർട്ടിയല്ലേ എന്നൊരു ചോദ്യം വന്നാൽ ഉത്തരമില്ല. കാരണം ഈ BJPയിൽ എല്ലാവർക്കും ചെല്ലാം. എല്ലാവരും ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥാനത്തെത്തിയിട്ടുണ്ട്. അവിടെ കുറെ കൂടി ലീഗിനേക്കാൾ വിശാലമായ മതേതരത്വം BJPക്ക് ഉണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ എല്ലാ കാസ്റ്റിലും പെട്ട കമ്മ്യൂണിറ്റിയിലും പെട്ട ആളുകൾ ലീഡർഷിപ്പിലോ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഏതെങ്കിലും അപ്പക്കഷണം ഭക്ഷിച്ചുകൊണ്ട് കഴിയുന്നുണ്ട്. ഇത് തികച്ചും മുസ്ലിം രാഷ്ട്രീയം മാത്രം ശ്രദ്ധിച്ചു പോരുന്ന ഒരു സമുദായ പാർട്ടി മാത്രമാണ് മുസ്ലിം ലീഗ്. ഇനി നമുക്കത് വിടാം. കേരളത്തിൽ ജാതി രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രവർത്തന രീതി ഞാൻ പറയാം. അത് വളരെ സൈലൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് ജയിക്കാൻ കഴിയാത്തത്. അത് BJPക്ക് കൃത്യം അറിയാം. എന്താണ് കേരളത്തിലെ ആ ജാതീയതയുടെ ശ്രേണി, ആ സംവിധാനം എന്താണ്, അതിൻ്റെ റേഷ്യോ എന്താണെന്ന് ആദ്യം പറയാം. ഇന്ത്യയിലെ മറ്റെല്ലാ സ്റ്റേറ്റുകളിലും ഹിന്ദുക്കൾ ഒരു ഭൂരിപക്ഷ സമൂഹമായി നിലകൊള്ളുന്നുണ്ട്. രേഖയിലെങ്കിലും അങ്ങനെയാണ്. കേരളത്തിലെ സ്ഥിതി അതല്ല. കേരള ജനസംഖ്യയിൽ ഏതാണ്ട് 45% അഹിന്ദുക്കളാണ്. അതല്ലെങ്കിൽ മറ്റ് സമൂഹത്തിൽപ്പെട്ട ക്രൈസ്തവ മുസ്ലിം സമൂഹങ്ങളുണ്ട് കൃത്യമായി തന്നെ. ബാക്കി 55% ഹിന്ദുക്കളുണ്ട് എന്ന് വന്നാൽ പോലും ആ ഹിന്ദുക്കളുടെ എണ്ണത്തിൽ ഏറ്റവും വലുത് മാനസികമായി ഇതുവരെ തങ്ങൾ ഹിന്ദുക്കളാണ് എന്ന് സ്വയം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈഴവ സമൂഹമാണ്. കാരണം ഈഴ സമൂഹത്തിൻ്റെ ആദ്യകാല നേതാക്കളെല്ലാം ഏറ്റവും എതിർത്തത് ഹിന്ദുമതത്തെയാണ്. ശ്രീനാരായണ ഗുരു അടക്കം. അതിൻ്റെ ആദ്യകാല ജനറൽ സെക്രട്ടറിമാരൊരാളായ മാധവൻ്റെ സ്വതന്ത്ര സമുദായം എന്നൊരു പുസ്തകമുണ്ട്. അതിൻ്റെ സബ്ടൈറ്റിൽ പോലും ഈഴവർ ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. എൻ്റെ പക്കൽ ആ പുസ്തകമുണ്ട്. അത് നിങ്ങളും വാങ്ങി വായിക്കണം. മൈത്രി ബുക്സ് കൊല്ലത്തുനിന്ന് പുറത്തിറക്കുന്ന പുസ്തകമാണ്. അപ്പോൾ ഈഴവർ ഹിന്ദുക്കളല്ല, പക്ഷേ അവർക്ക് ഹിന്ദുക്കളാകേണ്ടി വരുന്നു എന്നുള്ളത് ഒരു ദുര്യോഗമായി കിടക്കുന്നു. അപ്പോൾ ഈഴവരാണ് കേരളത്തിലെ ഏറ്റവും വലിയൊരു സമുദായം. ആ സമുദായത്തിൻ്റെ മഹാഭൂരിപക്ഷ ആളുകളും CPMൻ്റെ ഭാഗമാണ്. കുറേ പേര് CPIയുടെയും ഭാഗമാണ്. ചുരുക്കി പറഞ്ഞാൽ അവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സങ്കേതം CPMുമാണ്, വളരെ ചെറിയൊരു തോതിൽ CPIയുമാണ്. അപ്പോൾ രണ്ടാമത് ദലിതരാണ്. ദലിതരെ സംബന്ധിച്ചിടത്തോളം അവരിലെ ഭൂരിപക്ഷം പേരും ഇതേ വിധം CPM പാളയത്തിലാണ്. അപൂർവം ചിലർ CPIയിലുമുണ്ട്. ഈ രണ്ട് കമ്മ്യൂണിറ്റികൾ ആ പാളയത്തിലുള്ളത് അവർക്ക് സ്വതന്ത്രമായ വോട്ട് സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. അത്ര പെട്ടെന്ന് അത് ചോരാനിടയില്ലാത്തതിൻ്റെ കാരണങ്ങളിലൊന്ന് ഈഴവ സമുദായത്തിന് അവിടെ ലഭിക്കുന്ന പ്രാതിനിധ്യമുണ്ട്. ആ പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി വരെയാകുന്നു അവരിൽപ്പെട്ട ആളുകൾ. നിർണായകമായ സ്ഥാനങ്ങൾ അവർക്ക് ലഭിക്കുന്നു. പാർട്ടി സംവിധാനങ്ങളിലെല്ലാം അവർക്ക് അർഹിക്കുന്ന പരിഗണന കിട്ടുന്നു. ദലിതരെ സംബന്ധിച്ചോളം അവർ അവിടെ അവഗണിക്കപ്പെടുന്നൊരു ശക്തിയാണെന്ന് അവർക്ക് ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല. സംവരണം ചെയ്യപ്പെട്ട ആ സീറ്റുകളിലൂടെ മാത്രം ജയിക്കുന്നു. ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുന്നു. ബാക്കി ചിന്തിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, സംവരണ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവർ അതിൻ്റെ എന്താ പറയുക വന്നിട്ട് ന്യായീകരിക്കുന്ന തൊഴിലാളികളായിട്ട് മാറുന്നു. ഒരു ഉദാഹരണം പറയാം. ഇന്ന് നമ്മുടെ കേരളത്തിൽ രസകരമായൊരു സംഭവമുണ്ട്. ഏതാണ്ട് 5 ഏക്കർ ഭൂമിയും പ്രതിമാസം 70,000 രൂപ ശമ്പളവുമുള്ള ഒരു നായർ പാവപ്പെട്ടവനായിട്ടാണ് നമ്മുടെ സർക്കാർ പരിഗണിക്കുന്നത്. അവർക്ക് സംവരണമുണ്ട്. കേൾക്കണം, 5 ഏക്കർ ഭൂമി, ഏതാണ്ട് 70,000 രൂപ, അതായത് വാർഷിക വരുമാനം 12 ലക്ഷത്തിൽ കവിയാതിരുന്നാൽ ആ നായർ പാവപ്പെട്ടവനാണ്. ആ നായർക്കും ദലിതനും സംവരണ സംബന്ധിയായിട്ട് ഒരേ പരിഗണനയാണ്. അത് അടുത്ത കാലത്ത് പാസാക്കിയ ഈ കേരളത്തിൽ മാത്രമുള്ളൊരു സംവിധാനമാണ് എന്നോർക്കണം. 5 ഏക്കർ ഭൂമി കേരളത്തിൽ അതിൻ്റെ വില കൂട്ടുക, മാസം ഏതാണ്ട് 65,000 70,000 രൂപ വരുമാനമുണ്ടാവുക, അയാൾ
പാവപ്പെട്ടവനായിട്ടാണ് പരിഗണിക്കുന്നത്, സംവരണത്തിന് അർഹനാണ്. ഇതേക്കുറിച്ചുള്ള ചർച്ചകളിൽ ന്യായീകരിക്കാൻ CPM വേണ്ടി വേദികളിൽ വന്ന് വാദോരാതെ സംസാരിക്കുന്നവർ PK ബിജുവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ദലിത് നേതാക്കന്മാരാണ്. അപ്പോൾ ഇവരുടെ ഒരു ആജ്ഞാവൃത്തികളായിട്ട് ഈ എന്താ പറയുക, ഇവരെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ സ്വന്തം കാര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഈ പാർട്ടിയിൽ അവർ നിന്നിട്ട് അവരുടെ സമൂഹത്തിന് എന്താണ് മെച്ചം എന്ന് പോലും ചിന്തിക്കത്തക്ക തരത്തിലുള്ള ഒരു വിവേകത്തിന് പാർട്ടി അവരെ അനുവദിക്കാതെ പാർട്ടി അടിമകളാണ് അവരിൽ ഭൂരിപക്ഷം പേര്. അക്കാരണത്താൽ അവരും ഏതോ സുരക്ഷിതത്വം അനുഭവിക്കുന്നു എന്നൊരു ബോധത്തിൽ ആ പാർട്ടിയിൽ കിടക്കുന്നു. അതുകൊണ്ട് ഈഴവർ ദലിതരും അടങ്ങുന്ന ഒരു സുരക്ഷിതത്വ വോട്ട് ബാങ്ക് CPM പക്കലുണ്ട്. ഇനി അടുത്തത്, ഈ ദലിത് പൊളിറ്റിക്സിൽ CPM വിമർശിക്കുന്ന ദലിത് പൊളിറ്റിക്സിൻ്റെ പ്രാണേതാക്കൾക്കൊരു പ്രശ്നമുണ്ട്. അവർ തികഞ്ഞ വലതുപക്ഷത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവർ വോട്ട് ചെയ്യുന്നത് വലതുപക്ഷത്ത് അനുഗുണമായതുകൊണ്ട് ഇവർ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നു എന്നൊരു നിലയിലേക്ക് വരുത്തി തീർത്തിട്ട്, അങ്ങനെയാണ് ഇവർ പറയുന്നത്, വരുത്തി തീർക്കല്ല, അത് തന്നെയാണ് സത്യം. ആരെങ്കിലും CPM ദലിത് അവഗണന, അംബേദ്കറിസ്റ്റുകൾ എന്നൊക്കെ പേരിൽ വന്ന് അവർ സംസാരിക്കുമ്പോൾ തന്നെ തത്വത്തിൽ അവർ നിൽക്കുന്നത് UDF പാളയത്തിൽ തന്നെയാണ്. അതൊരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ടും അതുപോലെ ഇതിനകത്ത് നടക്കുന്ന ഇത്തരം വർഗീയമായൊരു കാഴ്ചപ്പാടിനെ വേർതിരിച്ച് പറയാൻ പറയുമ്പോഴാണ് നിങ്ങൾ വർഗീയവാദിയാകുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം 2 കമ്മ്യൂണിറ്റികൾ അവർക്ക് പ്രിയപ്പെട്ടതായി മാറുന്നു. അതിലൊന്ന് നായരും മറ്റൊന്ന് മുസ്ലിംസുമാണ്. ഏറ്റവും അധികം ആനുകൂല്യങ്ങൾ ഈ 2 കമ്മ്യൂണിറ്റികൾക്ക് സമൃദ്ധമായി വാരിക്കോരി കൊടുത്തിട്ട് 2 തരത്തിലെ സംവരണമാണ് മുസ്ലിം സമുദായത്തിലുള്ളത്. മറ്റ് പിന്നോക്കരുടെ, അതായത് OBC സംവരണത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക പരിഗണനയുണ്ട്. രണ്ടാമതായിട്ട് അവർക്ക് മൈനോറിറ്റിയുടെ സംവരണമുണ്ട്. ഈ 2ഉം കൈയാളുന്ന ഒരു സമൂഹമാണ് അവർ. അടുത്തത് 10% മുന്നോക്ക സംവരണം, മുന്നോക്കരിലെ ഇല്ലായ്മക്കാർക്ക് സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് വളരെ വലിയ തമാശ ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിലും ഇല്ലാത്ത വിധം കേരളത്തിലുണ്ടാക്കിയിരിക്കുന്നു. എന്താണത്? അതാ പറഞ്ഞത്, 5 ഏക്കർ ഭൂമി 12 ലക്ഷം വാർഷിക വരുമാനമുള്ള ഒരു നായർ ഇല്ലായ്മക്കാരുടെ ലിസ്റ്റിലാണ് പരിഗണിക്കപ്പെടുന്നത്. പാവപ്പെട്ടവനായിട്ടാണ് കൂട്ടുന്നത്. അവർക്ക് സംവരണമുണ്ട്, മനസ്സിലാക്കിക്കൊള്ളണം. ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇതിനെ ന്യായീകരിച്ചവരാരാണ്? കെ രാധാകൃഷ്ണൻ അടക്കമുള്ള മന്ത്രിമാരാണ് ഇതിനെ ന്യായീകരിക്കാൻ വരുന്നത്. മറ്റാരും അതിനെ ന്യായീകരിക്കുന്നില്ല. വിമർശനത്തെ ശരിയായ ഒരു നിലയിൽ ആൾക്കാർ ഉൾക്കൊണ്ടുപോകുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഈ അവരുടെ വോട്ട് ബാങ്കിനൊപ്പം മുസ്ലിം വോട്ടുകളും നായർ വോട്ടുകളും കിട്ടത്തക്ക വിധത്തിലൊരു സംവിധാനം അവർ ചെയ്തു വച്ചിരിക്കുന്നു. ഇനി മറുവശത്തെ കാര്യം പറയാം. BJPയുടെ വോട്ട് ബാങ്ക്, കേരളത്തിലെ വോട്ട് ബാങ്ക് തത്വത്തിൽ നായർ സമുദായം തന്നെയാണ്. കാരണം അതിലേക്ക് അവർണർക്ക് എന്തോ കൃത്യമായി തന്നെ ഒരു അവർണ വിരുദ്ധ അജണ്ട അതിനുണ്ടെന്ന് കേരളത്തിലെ അവർണർക്കറിയാം, ഈഴവരടക്കമുള്ളവർക്കറിയാം. ഇത് ഞങ്ങളുടെ പാർട്ടിയല്ല എന്നറിയാം. കാരണം ഈഴവർ സമൂഹത്തിൽ നിന്നൊക്കെ നേതൃത്വത്തിലേക്ക് വന്ന ആളുകളെ എങ്ങനെയെല്ലാം BJPയിലെ സവർണ ലോബി പിൻകാലിന് ചവിട്ടി പുറത്താക്കിയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയെല്ലാം അവരെ അവഗണിച്ചു എന്ന് കണ്ടിട്ടുണ്ട്. അവിടെ ഇപ്പോഴും അവർ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പരിസ്ഥിതി BJPയെ സംബന്ധിച്ചിടത്തോളം ഉള്ളതുകൊണ്ട് അവർക്ക് ഉള്ള വോട്ട് ബാങ്കിൻ്റെ ശക്തി അവശേഷിക്കുന്ന നായർ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഈ നായർ കമ്മ്യൂണിറ്റി ഒപ്പം നിൽക്കുന്നു. അവരെ വിട്ടിട്ട് ഇനി അവർക്കറിയാം കൃത്യമായി പോയി ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വലിയ തോതിൽ ഇങ്ങോട്ട് ആളെടുക്കാനില്ല. കാരണം അവർ സേഫ് സോണിൽ കഴിയുന്നു എന്നുള്ളതാണ്. ദലിതരും BJPയിലേക്ക് അങ്ങനെ ഒഴുകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവർക്ക് കൃത്യമായിട്ട് ഈ രാമൻ ആരാണ്, വർണ്ണാധിപത്യം എങ്ങനെയല്ല അവരെ ഉന്മൂലനം ചെയ്തുവെന്നും ഒക്കെ ഉള്ള അനുഭവസ്ഥരായതുകൊണ്ട് അത്ര പെട്ടെന്ന് BJPയിലേക്ക് വഴങ്ങിപ്പോവില്ല. ഒരു സമൂഹം എന്ന നിലയിലാണ് കേട്ടോ, ഒറ്റപ്പെട്ട ആളുകൾ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത്, അപ്പോൾ BJP ശ്രദ്ധിച്ച് വിടാൻ അറിയട്ടെ, കേരളത്തിലെ ക്രൈസ്തവരെ എങ്ങനെ പാട്ടിലാക്കാം. അതിനുവേണ്ടി അവർ നടത്തിയ ചില ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങൾ കുറേയൊക്കെ വിജയിച്ചു എന്ന് പറയാറായിട്ടില്ല. കാരണം ആ വിജയത്തിൻ്റെ പാതയിലാണ്. അത് ഈ വരുന്ന ഇലക്ഷനോടെ നമുക്കൊരല്പമൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. ഞാൻ അതീവ ജാഗ്രതയിലാണ്. എങ്ങനെയാണ് ഈ ക്രിസ്തീയ രാഷ്ട്രീയം, ക്രൈസ്തവന്റെ രാഷ്ട്രീയം, വിശേഷിച്ച് കാത്തലിക് സമൂഹത്തിൻ്റെ രാഷ്ട്രീയം BJPക്ക് അനുകൂലമായി എങ്ങനെ തിരിയും എന്നുള്ള ഒരു ആകാംക്ഷ എനിക്കില്ലാതില്ല. എന്നാൽ അത് അത്ര കണ്ട് എനിക്ക് ഉൾക്കൊള്ളാനും കഴിയുന്നില്ല. അത്ര കണ്ട് അത് സാധിക്കുമെന്ന് പറയാനും വയ്യ. അതിലേക്ക് വരാം. അപ്പോൾ നിലവിലുള്ള BJPയുടെ വോട്ട് ഷെയറിനൊപ്പം ക്രൈസ്തവ സമൂഹത്തെ കൂടി ഒപ്പം നിർത്തിയാൽ ചില സീറ്റിൽ, ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ചില സീറ്റിൽ അവർക്കൊരു മാജിക്ക് കാണിക്കാൻ സാധിക്കുമോ എന്നൊരു ശ്രമമാണ് കേരളത്തിൽ നടത്തുന്നത്.
അപ്പോൾ അതിൻ്റെ സാധ്യതയും അസാധ്യതയും ഞാൻ ആദ്യം പറയാം. അതിൻ്റെ സാധ്യത എന്നത് കോട്ടയത്ത്, പത്തനംതിട്ടയിൽ, എറണാകുളത്ത്, ചാലക്കുടി പോലെയുള്ള ചില സീറ്റുകളിൽ BJPക്ക് ഒരു സാധ്യത നിർത്തിക്കൊണ്ട് നമ്മളൊരു വിശകലനം നടത്തിയാൽ അവിടെ ക്രൈസ്തവരാണ് ഭൂരിപക്ഷം. ആ വോട്ടുകളിൽ, ക്രൈസ്തവ വോട്ടുകളിൽ ഭൂരിപക്ഷം കാത്തലിക്സാണ്. ആ വോട്ടുകളെ അപ്പാടെ സ്വാധീനിക്കാൻ BJP മുമ്പോട്ട് വെക്കുന്ന കാൻഡിഡേറ്റ് സുപ്രധാനമായിരുന്നു. ഒരു ഉദാഹരണം, പത്തനംതിട്ട പാർലമെന്റിൽ യോഗ്യനായ കാൻഡിഡേറ്റ് അനിൽ ആന്റണി അല്ല, തീർച്ചയായിട്ടും PC ജോർജ് തന്നെയാണ്. അപ്പോൾ അനിൽ ആന്റണിക്ക് സംഭവിക്കാൻ പോകുന്നത് സുരേന്ദ്രൻ പിടിച്ച വോട്ടുകളെക്കാൾ വളരെ താഴെ മാത്രമേ അനിൽ ആന്റണി ഫിനിഷ് ചെയ്യുകയുള്ളൂ. അതിൻ്റെ കാരണമുണ്ട്. അനിൽ ആന്റണി എന്ന BJP പ്രവർത്തകൻ്റെ പിതാവ് AK ആന്റണിയാണ്. ഈ AK ആന്റണി കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം ചെയ്ത ഒരാളല്ല, ഒരു നിർഗുണ പരബ്രഹ്മമായിരുന്നു. അപ്പോൾ ആന്റണിയുടെ മകൻ്റെ രാഷ്ട്രീയ നിലപാടും അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണ ചാതുര്യവും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളുമൊക്കെ അദ്ദേഹത്തിൻ്റെ കഴിവുകേടിനെ വിളിച്ചോതുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് അനിൽ ആന്റണിയെ തന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തു. ക്രൈസ്തവ വോട്ടുകൾ അനിൽ ആന്റണിക്ക് കിട്ടുന്നതിനേക്കാളധികം PC ജോർജിന് തന്നെയാണ് സാധ്യത. എന്നാലും PC ജോർജ് എത്ര വോട്ട് പിടിച്ചാലും ജയിക്കാൻ സാധ്യതയില്ല, അത് മറ്റൊരു സത്യം. കാരണം അതിൻ്റെ പൊളിറ്റിക്സ് ഞാൻ പിന്നാലെ പറയാം. ഈ ഘട്ടത്തിൽ മറ്റൊരു ഇതുപോലെയുള്ള സ്ഥലം കോട്ടയമാണ്. ആ കോട്ടയത്ത് PC ജോർജിനെ നിർത്താനൊക്കെ പദ്ധതിയുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് പത്തനംതിട്ടയിലുള്ള സ്വാധീനം കോട്ടയത്തില്ല, അത് മറ്റൊരു സത്യം. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചാലക്കുടി പോലുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ പത്മജി അവിടെ നോക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ കേൾക്കും. എനിവേ, അവിടെ ആരായിരുന്നാലും ഈ ജില്ലകളിൽ അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളിൽ ക്രൈസ്തവ വോട്ടുകളെ കൂടി സമാഹരിച്ച് BJPക്ക് ഒരു അത്ഭുതം കാണിക്കാൻ കഴിയും എന്നുള്ള അവരുടെ പ്രതീക്ഷ അസ്ഥാനത്താണ്. അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്, BJPയിലേക്ക് അടുത്ത കാലത്ത് ക്രൈസ്തവ നേതാക്കളെ എടുത്താൽ അവരുടെ അവസ്ഥ നിങ്ങൾ നോക്കണം. കാരണം ഇവർ BJPക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ചവരോ പോസ്റ്റർ ഒട്ടിച്ച പരിചയം പോലും അനിൽ ആന്റണിക്കില്ല. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ വരുന്നു. നിരന്തരമായി ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങൾ പിന്നെ ഇതിനോട് നിൽക്കണം, ഈ ചോദ്യമാണ് അവിടെ ഉരുത്തിരിയുന്നത്. പരിതോലമായിട്ട് എന്ത് പറ്റുന്നു? ഇവരാണ് എങ്കിൽ ഇതാ ഞങ്ങളില്ല എന്ന നിലയിലെ ഒരു നിഷ്ക്രിയത്വം യഥാർത്ഥ BJPക്കാരിൽ നിന്ന്, ആ കേഡർ പാർട്ടി അംഗത്തിൽ നിന്ന് ഉണ്ടാവുന്നു. അവർക്ക് PC ജോർജിന് വോട്ട് ചെയ്യാൻ, അതല്ലെങ്കിൽ അനിൽ ആന്റണിക്ക് വോട്ട് ചെയ്യാൻ ഞങ്ങളില്ലെന്ന്. കാരണം എന്താ? പാർട്ടി ഒന്നുമില്ലാതിരുന്ന കാലത്ത് ഞങ്ങളായിരുന്നു, അന്ന് ഇവരാരെയും കണ്ടില്ല. ഇതാ പാർട്ടി വളർന്നു, അതിന് അധികാരം കിട്ടി, സാധ്യതകൾ വന്നപ്പോൾ ഇവരിങ്ങോട്ട് വരുന്നു. വന്നതേ അവർ വൈസ് പ്രസിഡന്റോ ഉന്നത നേതാക്കളോ ആയി മാറുന്നു. അവർക്ക് കീഴിൽ ഞങ്ങൾ ഇരിക്കേണ്ടി വരുന്നു. ഇവരാര്? ഈ ഒരു മാനസികാവസ്ഥ കൃത്യമായി BJPയുടെ പാർട്ടി കേഡേഴ്സിലുണ്ട്. അതുകൊണ്ട് അത് പോളറൈസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അത് വോട്ടായി മാറുന്ന സാധ്യത വളരെ വിരളമാണ്. ഇനി നമുക്ക് BJP ഏറെ പ്രതീക്ഷ വെക്കുന്ന നമ്മുടെ സുരേഷ് ഗോപി മത്സരിക്കാൻ പോകുന്ന തൃശ്ശൂരിലേക്ക് വരാം. തൃശ്ശൂരിൽ ഗണ്യമായ തരത്തിൽ അവിടെ കത്തോലിക്ക വോട്ടുകളുണ്ട്, ഇതര ക്രൈസ്തവരുമുണ്ട്. അവരെ ഒന്ന് സന്തോഷിപ്പിക്കാനാണ് സുരേഷ് ഗോപി ഒരു ചെമ്പ് കിരീടമൊക്കെ ആയിട്ട് ലൂർദ് മാതയെ കാണാൻ പോകുന്നു. അദ്ദേഹം വലിയ വിദ്യകൾ പുറത്തെടുക്കുന്നു. ഇതിൽ കാണേണ്ടത് സുരേഷ് ഗോപി വലിയ പ്രതീക്ഷ വെക്കുന്നു. കാരണം അവിടെ നല്ല രീതിയിൽ പണം ചെലവഴിക്കാനുള്ള ശേഷി സുരേഷ് ഗോപിക്ക് സ്വന്തം നിലയിലുണ്ട്. BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പിന്നിൽ വലിയ മൾട്ടിനാഷണൽ കമ്പനികളുണ്ട്. ചിട്ടയായ പ്രവർത്തനം ചെയ്യാൻ അവർക്കറിയാം. പക്ഷേ ഇവിടുത്തെയും പ്രശ്നം എന്താണ്? പ്രശ്നം ഈ മെത്രാന്മാരും ഒക്കെ എടുത്ത തീരുമാനം താഴെയുള്ള ക്രൈസ്തവരിലേക്ക് അതേപടി എത്തുമോ? ഒരു ചോദ്യം ഉരുത്തിരിക്കുന്നു. എന്താണ് കാരണം? അതിലേക്ക് വരാം. മെത്രാന്മാരെടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ താഴെത്തല്ലെത്തുമോ ചോദിക്കാനുള്ള കാരണം, ക്രൈസ്തവൻ പഠിച്ച് ഗ്രഹിച്ചു വെച്ച അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ ശത്രു CPM ആയിരുന്നു കേരളത്തിൽ. കാരണം റഷ്യയിലെ സംഭവവികാസങ്ങൾ മുതൽ ഇങ്ങോട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് റഷ്യ ഓർത്തഡോക്സ് വിരുദ്ധമായത് എന്നുള്ള ആ കാഴ്ചപ്പാട് മുതൽ ഇങ്ങോട്ട് പഠിച്ചു വന്ന കത്തോലിക്ക സഭയുടെ പ്രധാന ശത്രുവായിരുന്നു CPM. അത് ലോക നിലവാരത്തിൽ തന്നെ അങ്ങനെയാണ്. ക്രൈസ്തവ സഭയ്ക്ക് വിപരീത ദിശയിൽ ക്രിസ്ത്യാനിറ്റിയുടെ അതേ ചട്ടക്കൂടിലാണ് ഈ മാർക്സിസ്റ്റ് സംഘടനാ തത്വവും പ്രവർത്തിക്കുന്നത്. ഹൈറാർക്കലായിട്ട് സെയിം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഒരു തരത്തിലും ഈ ക്രൈസ്ത്യാനിക്ക് ഒന്നാമത്തെ ഓപ്ഷനായിട്ട് BJP എടുക്കാൻ കഴിയില്ല. ക്രൈസ്തവരുടെ ആദ്യത്തെ ഓപ്ഷൻ കോൺഗ്രസ് ആണ്.
അപൂർവം ചിലർ ഇതുപോലെ മറ്റു പാർട്ടിയിലൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഒന്നാമത്തെ ഓപ്ഷൻ കോൺഗ്രസ് തന്നെയാണ്, അല്ലെ UDF ആണ്. UDF വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അവരുടെ രണ്ടാമത്തെ ഓപ്ഷൻ LDF ആണ്. കണ്ടുവന്ന അങ്ങനെയാണ്. BJP ഒരു ഓപ്ഷനായിട്ട് ക്രൈസ്തവ സാമാന്യ മനസ്സുകളിലേക്ക് ഇതുവരെ കയറിയിട്ടില്ല. കാരണം അവരുടെ മുമ്പിലെ BJP എന്താണ്? ഒരു ആലയത്തിൻ്റെ മുമ്പിൽ യോഗം നടത്തുന്ന ഇടത്തോ പൊതുപ്രവർത്തനങ്ങൾക്കിടയിലോ ബഹളം വെക്കുന്ന RSകാരനാണ് അവരുടെ മനസ്സിലെ BJP. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രം എന്താണ്? CP സണ്ണി എന്നു പേരായിട്ടുള്ള ഒരു സുവിശേഷകനെ അതിക്രൂരമായി ആക്രമിച്ച് ജയ് ശ്രീറാം വിളിപ്പിക്കുക. ഇലക്ഷൻ കാലമാണ്. ഇനി ഏതെങ്കിലും ഒരു പെന്തക്കോസ്ത് വീട്ടിലേക്ക് ഒരു BJPയുടെ സുഹൃത്ത് വന്നാൽ, എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ അവരെ സ്വീകരിച്ചിരുത്തിയിട്ട് ആദ്യം കാണിക്കാൻ പോകുന്ന ഇതാണ്. ഇതൊന്ന് കാണിക്കും, എന്ത് പറയാനുണ്ടോയെന്നൊന്ന് ചോദിക്കും. ഞാനത് പ്ലാനിട്ടിരിക്കുക, എല്ലാവരും ഇത് ചെയ്യണം. നിങ്ങളുടെ വീട്ടിലേക്ക് അനിൽ ആൻ്റണിയോ സംബടി എൽസ് ഇതുപോലെ വരുമ്പോൾ ചോദിക്കണം, സഖാവേ അല്ലെ സുഹൃത്തെ, എന്തോ ജിയോ, അനിൽ ആൻ്റണി ജി, ഇങ്ങനെയാണ് അവർ വിളിക്കുന്നത്. ആൻ്റണി ജി എന്തു പറയാനുണ്ട് ഇതേപ്പറ്റി ഒരു വാക്ക് എന്ന് പറഞ്ഞാട്ടെ. പൊളിറ്റിക്കലായതാകട്ടോ, അല്ല അവലപിച്ചിട്ട് കാര്യമില്ല. എനിക്ക് പൊളിറ്റിക്സാണ് കേൾക്കേണ്ടത്, പറയൂ. അപ്പം ഇത് നമ്മുടെ മനസ്സുകളിൽ കിടപ്പുണ്ട്. ഇത് പെന്തക്കോസ്തുകാർ മാത്രം നേരിടുന്നൊരു പ്രശ്നമല്ല. ഇത് ഛത്തീസ്ഗഡിൽ, ബീഹാറിൽ, മണിപ്പൂരിലൊക്കെ ഉള്ള കത്തോലിക്കരടക്കമുള്ള ക്രൈസ്തവർ അനുഭവിക്കുന്ന പീഡയാണ്. ഇവിടെ നിന്നൊക്കെ പോയ മനുഷ്യരാണ്. അവരുടെ സുഹൃത്തുക്കളിലൂടെ BJP എന്താണ് എന്ന് കൃത്യം മിനിറ്റുകൾക്കുള്ളിൽ, സെക്കൻഡുകൾക്കുള്ളിൽ എത്താത്തക്ക വിധം സോഷ്യൽ മീഡിയ ശക്തമാണ്. ഈ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ തൃശ്ശൂരാകട്ടെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലാകട്ടെ BJP ഏതെങ്കിലും തരത്തിൽ ഒരു മേൽക്കോയ്മ കാട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാലൊരു അപകടമുള്ളത്, നേരിയൊരു അപകടം പുതുതായി രൂപപ്പെട്ടത് ശ്രീമതി പത്മജയുടെ മനമാറ്റമാണ്. നമ്മൾ കാണുന്ന പോലെ എഴുതിത്തള്ളാൻ പറ്റുന്ന നേതാവല്ല പത്മജ. പലരും അങ്ങനെയാണ്, ചേച്ചി പോയോ, ഇവരെ കൂടെ ഒന്നും ആരുമില്ല. വളരെ തെറ്റാണത്. കാരണം തൃശ്ശൂരിലെ ആളുകൾക്ക് ഈ കെ കരുണാകരൻ ഒരു വികാരമാണ്. അദ്ദേഹം തോറ്റിട്ടൊക്കെ ഉണ്ട് ഒരു തവണ, ഒരു വികാരമാണ്. അദ്ദേഹത്തിൽ നിന്നൊരു സഹായം കൈപ്പറ്റാത്ത മനുഷ്യർ കുറവാണ് അവിടെ. കരുണാകരൻ പാർട്ടി വിട്ടുപോയപ്പോഴും അദ്ദേഹത്തിന് DICക്ക് നല്ല തട്ടകമുണ്ടായിരുന്ന സ്ഥലം ഈ നിങ്ങളിലൊന്നാണ് കോഴിക്കോടും അതുപോലെ തന്നെ തൃശ്ശൂരും. ഈ സ്ഥലങ്ങളിൽ ഗണ്യമായ സ്വാധീനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഈ കരുണാകരൻ്റെ മകൾ, കരുണാകരനും മുരളിയും പോയിട്ടും കോൺഗ്രസിൽ ഉറച്ചു നിന്നു. അപ്പോൾ മാത്രമല്ല അവർക്ക് അവിടെ INTCയുടെ ട്രേഡ് യൂണിയനിലൊക്കെ നല്ല സ്വാധീനമാണ്. ധാരാളം ആളുകൾ പത്മജയുടെ പിന്നിലുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ സമൂഹത്തെ അവരുടെ കൂടെ മുമ്പുണ്ടായിരുന്ന ആളുകളിലെ ഒരു 10% പേരെയെങ്കിലും സുരേഷ് ഗോപിക്ക് അനുകൂലമാക്കി കൊടുത്താൽ അത് ഗുണം ചെയ്യും, ഇല്ലെന്ന് പറയാൻ വയ്യ. കാരണം ക്രൈസ്തവരായ ആളുകൾ ഇതിലേക്ക് ചേക്കേറുന്ന പോലെയല്ല ഒരു നായർ സമുദായങ്ങൾ. അതിൻ്റെ കാര്യം കൂടി പറയാം. എന്താണ് BJP വെക്കുന്ന രാഷ്ട്രീയം? ഹിന്ദുത്വ. ആ പൊളിറ്റിക്സിനോട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഒരു നേതാവും കോൺഗ്രസിലും ഇല്ല, CPMലും ഇല്ല, ഇവിടെ ഒന്നുമില്ല. അവർക്കൊരു അവസരം വന്നാൽ അങ്ങനെ ചാടത്തക്ക വിധത്തിൽ അവരുടെ മനസ്സിൽ അതിനെന്താ പ്രശ്നം? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹം കൂടുതലുള്ളതാണ് കേരള കോൺഗ്രസ്. അതൊരു പ്രബല പാർട്ടിയാവുകയും മാന്യമായൊരു പ്രവർത്തനം നടത്തുകയും ചെയ്താൽ ക്രിസ്ത്യാനിക്കൽ ചേരാൻ മടി. കോൺഗ്രസ് ഇരിക്കുന്ന CPM ഇരിക്കുന്ന ക്രിസ്ത്യാനികൾ പറയുന്നത് ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളിങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ എന്താ മടി? ബുദ്ധിമുട്ട് വരത്തില്ല. എങ്ങനെയാണൊരു CPIക്കാരൻ റഹ്മത്തുള്ള, അതായത് വയനാട് ജില്ലാ സെക്രട്ടറി, ഇന്ന് രാഹുൽ ഗാന്ധി മത്സരിച്ച് ആ സീറ്റിൽ മത്സരിച്ച ആൾ ഇപ്പോൾ ലീഗിൻ്റെ നേതാവായി. എന്തുകൊണ്ടാണ്? മുസ്ലിം രാഷ്ട്രീയമാണത്. അപ്പോൾ ജാതി രാഷ്ട്രീയം കളിക്കുന്ന ഇടത്ത് മുമ്പ് വല്ല പ്രേമചന്ദ്രനോ അതുപോലെ ചെന്നിത്തലയോ സുധാകരനോ ഒക്കെ ഒരു അവസരം വന്നാൽ പോകാൻ എന്താ മടി? വൈകാരികമായ പ്രശ്നമൊന്നുമില്ല അവർക്ക് തമ്മിൽ യോജിക്കാൻ. ഇവിടെയാണ് ശ്രീ പ്രേമചന്ദ്രൻ പറഞ്ഞത്, 4 സമുദായ അംഗങ്ങളെ ഇങ്ങനെ സംശയമായി കാണുന്നു, അത് BJPയിലേക്ക് അവർ പോകുമെന്നുള്ളൊരു സ്തുതി പരത്തുന്നു എന്നൊക്കെയുള്ള നിലയിൽ പറഞ്ഞതിനകത്ത് അർത്ഥമില്ലാതില്ല. അതിലൊരു മനഃശാസ്ത്രമുണ്ട്. BJPയിലേക്ക് അവർക്ക് പോകാൻ എളുപ്പമാണ്. കാരണം അവർക്ക് അവിടെ അസ്വീകാര്യതയില്ല. ശരി പറഞ്ഞാൽ അൽഫോൺസ് കണ്ണന്താനം ചെന്നതുപോലെയോ അതുമല്ലെങ്കിൽ അനിൽ ആൻ്റണി ചെന്നതുപോലെയോ അല്ല സാക്ഷാൽ പത്മജ ചെല്ലുന്നത്. പത്മജ അവിടെ സ്വീകരിക്കപ്പെടും. കാരണം അവരോട് പൊരുത്തപ്പെടത്തക്ക വിധത്തിലുള്ള രക്തബന്ധമുണ്ട് അതിനകത്ത്. അത് തന്നെയാണ് കാര്യം. അപരിചിതത്വമില്ലാതെ അവർക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു ക്രൈസ്തവന് വേണ്ടി വോട്ട് പിടിക്കുന്നതിനേക്കാൾ ഒരു BJPക്കാരന് കൃത്യമായിട്ട് പത്മജയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പറ്റും. ഈ പറയുന്ന ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനു മുമ്പും മുസ്ലിങ്ങളും ഒക്കെ ഇതിനകത്ത് ചേർന്ന് പ്രവർത്തിച്ചവരെ കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും കിട്ടാത്ത പിന്തുണ പത്മജയ്ക്ക് അവിടെ കിട്ടും എന്നുള്ളതാണ്. അത് ഇതിൻ്റെ മറുഭാഗത്ത് സുരേഷ് ഗോപിക്കെതിരെ മത്സരിക്കുന്ന 2 പേരെടുക്കാം. ഒന്ന് TN പ്രതാപനാണ്, മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോളം
ശ്രീ VS സുനിൽകുമാറാണ്. ഇതിൽ സീറ്റ് CPIക്കാണ്. CPIക്ക് ഏതെങ്കിലും ഒരു പ്രതീക്ഷയുള്ള ഇന്ത്യയിലെ ഒരു സീറ്റായിട്ട് അതേതാണ്ട് ചുരുങ്ങിയിട്ടുണ്ട്. അവിടെ സുനിൽകുമാർ പ്രതിച്ഛായുള്ള ആളാണ്. അപ്പുറത്ത് TN പ്രതാപൻ നിലവിലെ MP ആണ്. പക്ഷേ ഇതിനകത്തൊരു വലിയ പ്രശ്നമുള്ളത് സുരേഷ് ഗോപി അവിടെ വളരെ വലിയൊരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. മത്സരം വ്യക്തമായ ത്രികോണ മത്സരമാണ്. ആ ത്രികോണ മത്സരത്തിൽ പ്രതാപനും സുനിലും ഏതെല്ലാം തരത്തിൽ ഉള്ള സകല ആയുധങ്ങളും പുറത്തെടുത്തെങ്കിലേ അവിടെ മികച്ചൊരു വിജയം കരകതമാക്കാൻ കഴിയും. പക്ഷെ എന്നാലും മുൻതൂക്കം ഇപ്പോഴും അവിടെ TN പ്രതാപനുണ്ട് എന്നത് സത്യമാണ്. കാരണം ഇത്തരം മത്സര ഘട്ടങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് ആ മണ്ഡലത്തിൽ കാട്ടിയിട്ടുള്ളൊരു ആർജവം. എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന സുനിൽകുമാറിന് ഒരു അട്ടിമറി സാധ്യതയും പറഞ്ഞുകൂടാ കഴിയാൻ സാധിക്കുന്ന ഒരാൾ തന്നെയാണ്. CPIക്ക് വിജയിക്കാനിടയുള്ള ഏക ഇന്ത്യയിലെ സീറ്റായി തൃശ്ശൂർ പാർലമെന്റ് ഉണ്ടെന്നുള്ളതാണ് സത്യം. ഇനി നമുക്ക് മറ്റു ചില പൊതുകാര്യങ്ങൾ കൂടി ഇതോട് ബന്ധപ്പെട്ട് ചിന്തിക്കാം. എന്തായിരിക്കും കേരളത്തിൽ ഈ ഇലക്ഷൻ്റെ റിസൾട്ട്? ഈ രണ്ടാം സ്ഥാനത്ത് BJP ശക്തമായ വരുന്ന മണ്ഡലങ്ങളുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് സത്യം. തിരുവനന്തപുരം ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ശ്രീ പന്നിൻ രവീന്ദ്രൻ വന്നതോടെ കളം കുറേ മാറും. കാരണം പന്നിൻ വളരെ ഗ്ലാമറുള്ളൊരു നേതാവാണ്, പ്രതിച്ഛായുള്ള നേതാവാണ്. പക്ഷേ ശശി തരൂർ തോൽക്കും എന്നതിന് യാതൊരു തരത്തിലും അത്തരത്തിൻ്റെ വിദൂര സാധ്യത പോലും ഇല്ല. കാരണം ശശി തരൂർ ഓൾറെഡി കൃത്യമായി തന്നെ നിലപാടുള്ളൊരു രാഷ്ട്രീയത്തിലൂടെ അവിടെയുള്ള മനുഷ്യരെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹം നേരിയ മാർജിനിൽ ആദ്യം ജയിച്ചു. പിന്നീട് ശക്തമായ പ്രവർത്തനത്തിലൂടെ ശക്തമായ സ്വാധീനം അദ്ദേഹം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പന്നിനും BJPക്കാരും രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുകയും പന്നിൻ രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കാരണം അവിടെ BJPയുടെ വോട്ട് കുറയാനാണ് സാധ്യത. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഇങ്ങനെ സംശയിക്കുന്നു. പത്തനംതിട്ട പ്രതീക്ഷ വെക്കുന്ന പത്തനംതിട്ടയിൽ BJP സുരേന്ദ്രൻ പിടിച്ച വോട്ട് പിടിക്കില്ല. സുരേന്ദ്രനേക്കാൾ 1 ലക്ഷം വോട്ടിൻ്റെങ്കിലും പിന്നിലായിട്ട് അനിൽ ആന്റണി ഫിനിഷ് ചെയ്യും. അതിനുള്ള സാധ്യതയുള്ളൂ. ഒരു പ്രതീക്ഷ ഇവിടെ ആവശ്യമില്ല. ഏറെ പ്രതീക്ഷയുള്ള തൃശ്ശൂരിൽ ഏറെ വിയർപ്പൊഴുക്കിയാണെങ്കിലും മറുപക്ഷത്തിന് ജയിക്കാനുള്ളതേ ഉള്ളൂ. അവിടെയും സുരേഷ് ഗോപി എന്ന മനുഷ്യൻ്റെ അഭ്യാസങ്ങൾ അത്ര കണ്ട് വിജയിക്കാനിടയില്ല. മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ എന്നാൽ രണ്ടാം സ്ഥാനം സുരേഷ് ഗോപിക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. കാരണം തക്ക സമയത്തുണ്ടാകാവുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സ് അതിലേക്ക് പോകേണ്ടി വരും. ആ പൊളിറ്റിക്സിലേക്ക് ഇടത് വലത് മുന്നണികൾ പോകുന്നില്ല എങ്കിൽ അപകടം വലുതാണ്. അത് അവർക്ക് ഏതാണ്ടൊക്കെ അറിയാം. അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വിധേയമാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. അതായത് തിരുവനന്തപുരവും തൃശ്ശൂരും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നാൽ തിരുവനന്തപുരത്ത് ശശി തരൂരിന് വേണ്ടിയും ഇവിടെ സുനിൽകുമാറിന് വേണ്ടിയും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന നിലയിലേക്ക് ഒരു പൊളിറ്റിക്സ് പ്ലേ ചെയ്യാത്ത പക്ഷം അത് ഇവിടെ കുറേ അപകടമുണ്ടാക്കും. ശശി തരൂർ അപ്പുറത്ത് സേഫ് ആണെങ്കിലും ഈ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തെല്ലാമാണ് സംഭവിക്കുന്നത് അറിയില്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിനെ ഒരു പാർലമെൻറ്റിനെ വെച്ചുകൊണ്ട് ഇങ്ങനെ CPIക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇടതുപക്ഷത്തിന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സ് വേണ്ടി വരുന്ന ഒരു സ്ഥലമാണത്. ഇതാണ് നിലവിലെ ഒരു സാഹചര്യം. അതുകൊണ്ട് ഇന്ന് നമ്മൾ കേരള പൊളിറ്റിക്സ് മനസ്സിലാക്കുന്നവർക്ക് BJP എന്തോ ഇവിടെ ഒരു സംഭവമാകുമെന്നൊക്കെ ഉള്ള ആ വലിയ പബ്ലിസിറ്റിക്ക് ഒരർത്ഥവുമില്ല. അവർക്ക് ഇവിടെ കാര്യമായിട്ട് ഒന്നും ചെയ്യാനാവില്ല. കാരണം ആ ജാതി പൊളിറ്റിക്സ് അവർ കളിച്ചുകൊണ്ടിരുന്ന അവരിഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആ ജാതി പൊളിറ്റിക്സിന് ഇവിടെ അവരെ സംബന്ധിച്ചിടത്തോളം സ്കോപ്പില്ല. കാരണം അവരുടെ വോട്ട് ബാങ്ക് സവർണ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അത് നായർ സ്ഥാന ഭൂരിപക്ഷം. ആ നായർസിലെ 2 പാർട്ടികളും തങ്ങളുടെ വശത്താക്കിയിട്ടുണ്ട്. വിശേഷിച്ച് CPMന് അതിൻ്റെ നേതാക്കന്മാരിലധികവും മന്ത്രിമാരിലധികവും ഈ ഏറ്റവും അംഗസംഖ്യ കുറഞ്ഞ നായർ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. ഒരു മുന്നോക്ക സംവരണം കൂടി അനുവദിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിയെ വളരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് CPM ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നു. അപ്പുറത്ത് മുസ്ലിങ്ങൾ ഓൾറെഡി മുസ്ലിം രാഷ്ട്രീയം പതുക്കെ ചരിഞ്ഞെരിഞ്ഞ് CPMൻ്റെ പക്ഷത്തേക്ക് ചെന്നിട്ടുമുണ്ട്. ഇവിടെ കോൺഗ്രസ് സൂക്ഷിക്കേണ്ട ഒരു വലിയ അപകടമുണ്ട്. അവിടെ പറഞ്ഞ് ഞാൻ നിർത്താം. മറ്റൊന്നുമല്ല, കോൺഗ്രസ് സൂക്ഷിക്കണമെന്നുള്ളതിനകത്തൊരു അർത്ഥമില്ല. കാരണം അവർ സൂക്ഷിക്കില്ല, അവർക്ക് മനസ്സിലാകില്ല. അവരുടെ കാൽച്ചുവട്ടടിയിലെ മണ്ണ് ഒലിച്ചൊലിച്ചൊലിച്ചു പോവുകയാണ്. വ്യക്തമായൊരു നല്ല നേതൃത്വം അവർക്കുണ്ടാകാത്തിടത്തോളം ഈ പോക്ക് അപകടകരമാണ്. ഒരു തരത്തിലും മുന്നോട്ട് പോകാനാവില്ല. പണ്ട് ഗ്രൂപ്പിസമാണ് അതിനെ പൊളിച്ചതെങ്കിൽ ഇപ്പോൾ നല്ല നേതാക്കളില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇരിക്കുന്ന സുധാകരൻജി എന്തൊക്കെയോ ചെയ്യുമെന്നാണ് ആളുകൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. രണ്ടാമത് VD സതീശനാണ്. നിയമസഭയ്ക്കകത്ത് നടത്തുന്ന ചിലതരം പോരാട്ടങ്ങൾക്കപ്പുറത്തേക്ക് പാർട്ടിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ വേണ്ടി ഇവർക്ക് 2 പേർക്കും കഴിയുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസിനെ നയിക്കാൻ കേരളത്തിൽ പറ്റിയൊരു നേതാവ് ശ്രീ K മുരളീധരൻ തന്നെയാണ്. K മുരളീധരനോ ശശി തരൂരിനോട് പൊതുവെയുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനോടുള്ള ഒരു അസൂയുള്ളതുകൊണ്ട്
അദ്ദേഹത്തിന് വലിയ സ്കോപ്പില്ല. എന്നാൽ കുറേ കൂടി കേരള രാഷ്ട്രീയത്തിൽ പഴക്കമുള്ള മുരളീധരനാണ് വരുന്നതെങ്കിൽ KPCC പ്രസിഡൻ്റായോ മറ്റോ വരുന്നാൽ ഇതിന് മാറ്റമുണ്ടാകും. അല്ല എങ്കിൽ കോൺഗ്രസിന് സംഭവിക്കുന്നത് പത്മജ പോയതുപോലെ ഇനിയും പോകാൻ ആളുകൾ കാത്തിരിക്കുന്നു. അവരെ കുറ്റം പറയാനാവില്ല. ഉദാഹരണം ശശി തരൂർ BJPയിലേക്ക് പോയാൽ എങ്ങനെയാണ് കുറ്റം പറയുക? കുറ്റം പറയാനാവില്ല. കാരണം അദ്ദേഹം അവിടെ ചെന്നാൽ സ്വീകരിക്കപ്പെടും, അദ്ദേഹം പ്രോത്സാഹിക്കപ്പെടും. മറ്റൊന്ന്, കോൺഗ്രസ് അദ്ദേഹത്തെ ഉപയോഗിക്കുന്നില്ല. ഒരു പൊളിറ്റീഷ്യന് വേണ്ട അത്തരത്തിലെ പ്രവർത്തന മേഖല നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അവർക്ക് കംഫർട്ടബിളായ സോണിലേക്ക് അവർ മാറും. അതല്ലേ സത്യം. അതിപ്പം സാക്ഷാ മുരളീധരൻ പോയാലും ചെന്നിത്തല പോയാലും VD സതീശൻ പോയാലും നമ്മളവരെ കുറ്റം പറയാൻ പാടില്ല. അതിൻ്റെ കാരണം എത്രയേ ഉള്ളൂ, കോൺഗ്രസിൻ്റെ നിലവിലെ പ്രവർത്തന രീതി അതിനകത്തെ ആളുകളെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഇനിയും അത്തരം ഒരു പാഠം പഠിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ക്ഷതം കേരളത്തിൽ സംഭവിക്കും. അത് മതേതരത്വത്തിന് സംഭവിക്കാവുന്ന വലിയൊരു അപജയമാണ് എന്നും ഞാൻ ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, ഞാൻ എൻ്റെ നിരീക്ഷണങ്ങൾ ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. ഉദ്ദേശിച്ച തരത്തിലെ ഒരു മേൽക്കോയ്മയും കേരളത്തിൽ BJPക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യം അങ്ങനെയാണ്. ഞാനിത് അഡ്വാൻസായിട്ട് പറയുന്നത്, ഏതായാലും 4 മാസങ്ങൾ ഏകദേശം നമ്മുടെ മുമ്പിലുണ്ട്. 2-3 മാസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് കുറഞ്ഞ വർഷം. ആ കാലത്തിനിടയിൽ ഇവരുദ്ദേശിക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു മുന്നേറ്റം അവർ സൃഷ്ടിക്കാൻ ഇഷ്ടപ്പെട്ട ക്രൈസ്തവർക്കിടയിലാണ്. ആ ക്രൈസ്തവർക്കിടയിലെ വിവിധ ഘടകങ്ങൾ ഇതിനകം BJPയുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഭീകരത തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ബാക്കി ആളുകൾ പരമാവധി ഇവരുടെ സംഘപരിവാര രാഷ്ട്രീയ അജണ്ട, മതന്യൂനപക്ഷ വിരുദ്ധത, അതിൻ്റെ ഭീകരത ജനങ്ങളിലേക്ക് എത്തിക്കാൻ തയ്യാറെടുക്കേണ്ടതുണ്ട്. ഇത്തരം വീഡിയോകൾ ആളുകളിലേക്ക് എത്തിക്കണം. ഇവർ തരുന്ന ഏതെങ്കിലും പരിഗണനകൾ കേട്ടുകൊണ്ടോ പാരിതോഷികങ്ങൾ കണ്ടുകൊണ്ടോ നമ്മുടെ ഒരാളും പോയി ഈ ഭീകരതയ്ക്കുള്ളിൽ വന്നുപെടാൻ ഇടയാകരുത്. അപ്പോൾ എന്താണ് നമുക്ക് BJPക്ക് ബദൽ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു മതേതര രാഷ്ട്രീയം. ഞാൻ എൻ്റെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ ഒരിക്കൽ പോലും ഏതെങ്കിലും പാർട്ടിക്ക് ഇന്നേ വരെ നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരാളല്ല. അത് വീട്ടിൽ പോലും പറയാറില്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങളുടെ വോട്ട് മതേതരമായിരിക്കണം, മതേതരത്വത്തെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലാകണം. മതേതരത്വം എന്നത് കേരള സമൂഹത്തിൻ്റെ ആരോഗ്യപരമായ നിലനിൽപ്പിന് അനിവാര്യമാണ്. അത് വിശേഷിച്ച് മതന്യൂനപക്ഷങ്ങളെ ധ്വംസിക്കാൻ, അവരെ ഉന്മൂലനം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു രാഷ്ട്രീയ ഭീകരതയോട് ഒരു തരത്തിലും സന്ധി ചെയ്യാനാവാതെ നമുക്ക് മുമ്പോട്ട് പോകണം. നിലവിലുണ്ടായ ഇത്തരം പരിതസ്ഥിതിക്ക് കോൺഗ്രസും CPMഉം ഒരുപോലെ ഉത്തരവാദികളാണ്. ഏതെങ്കിലും തരത്തിൽ ക്രൈസ്തവ വോട്ടുകളുടെ ഒരളവ് BJPയിലേക്ക് ചോർന്നു പോയെങ്കിൽ അത് അവരോട് കാട്ടിയ അവഗണന കൊണ്ട് തന്നെയാണ്. മാത്രമല്ല അപ്പുറത്ത് 2 പാർട്ടികളും മുസ്ലിം രാഷ്ട്രീയത്തെ നന്നായി പ്രീണിപ്പിച്ചു, ക്രൈസ്തവരെ അവഗണിച്ചു എന്നുള്ളത് കൊണ്ടുമാണ്. ഇത് തിരുത്തി മുമ്പോട്ട് പോകാത്തത് നാളുകളിൽ അവർക്ക് രൂക്ഷമായ പ്രശ്നങ്ങൾക്ക് കാരണമായിത്തീരും. ഇതിനിടയ്ക്ക് എൻ്റെ ഒരു നല്ല സ്നേഹിതർ, ഒരു കാത്തലിക് അപ്പോളജിസ്റ്റ് പറഞ്ഞൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തി നിർത്താം. അദ്ദേഹം പറഞ്ഞു, എന്നെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ BJP വിരുദ്ധമായി സംസാരിക്കരുത്. അതിൻ്റെ കാരണം, നമ്മൾ കേരളത്തിലേക്ക് BJP വരുമ്പോൾ വടക്കേ ഇന്ത്യയിൽ ഒക്കെ നടക്കുന്ന പീഡ, ആ പീഡയ്ക്കൊരു ചെറിയ തടയിടാൻ നമ്മളെപ്പോലുള്ള ആളുകൾ ഇവിടെ അതിൻ്റെ ഭാഗമായി സപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം അല്ലേ, ഞങ്ങളുടെ സഹോദരങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറയാൻ അതൊരു വഴിയാകും. നമ്മളൊപ്പം നിന്നിട്ട് വോട്ട് ചെയ്തു എന്നവർക്ക് ബോധ്യം വരികയും അവർ ജയിക്കുകയും ചെയ്താൽ നമുക്ക് ഒരു വിലപേശലിനുള്ള ഒരു രാഷ്ട്രീയ മേൽക്കൈ കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇത്തവണ BJPയെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് അത്യധികം ഭീകരമായിരിക്കും. ഇങ്ങനെയുള്ള ഒരു നന്ദിയും അവർക്ക് കാണിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം ഒരു സംഘിക്ക് അടിസ്ഥാനപരമായി രക്തത്തിൽ അലിഞ്ഞേറുന്ന ഒന്നാണ് മാനവ വിരുദ്ധത എന്നുള്ളത്. അവരുടെ മാതൃകാപുരുഷനായ രാമനും അത് തന്നെയായിരുന്നു. ശംഭൂകനെ വധിച്ചിട്ടുണ്ട് അദ്ദേഹം. വെക്കണം, തപസ് ചെയ്ത ശംഭൂകന നിഷ്കരണം വധിച്ചു. ശംഭൂകൻ എന്ന ശൂദ്രനെ നിഷ്കരണം വധിക്കാൻ കാട്ടിയ കാരണമെന്താണ്? ശംഭൂകൻ എന്ന ശൂദ്രൻ അറിവാർജിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ കാരണം. ശൂർപ്പണകയെ ഉപദ്രവിച്ചിട്ടുണ്ട്, കൊന്നുകളഞ്ഞിട്ടുണ്ട്. ബാലിയെ യുദ്ധം ചെയ്ത് കൊല്ലുവാൻ സുഗ്രീവനെ പൂമാല ഇടിയിച്ചിട്ടുണ്ട്. എന്നിട്ട് എത്രയെത്ര അധർമ്മങ്ങളുടെ ഇത്തരം പ്രവൃത്തികൾ. അപ്പോൾ നായകനോളമേ അണി വളരൂ എന്നുള്ളതാണ് ഇതിൻ്റെ മനഃശാസ്ത്രം. അതുകൊണ്ട് തന്നെ ഒരു സംഘപരിവാരുകാരനും മനുഷ്യനെ സ്നേഹിക്കാനാവില്ല. അവൻ ജിഹാദിയുടെ മറ്റൊരു പതിപ്പാണ്. ജിഹാദിയും സംഘപരിവാറുകാരനും ഒരേ മാനസികാവസ്ഥയുള്ള, ഒരേ തലത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത്തരത്തിൽ ഏത് വേഷം മാറി, ഏത് ക്രൈസ്തവൻ വേഷം മാറി വന്നാലും, അവനിൽ സംഘപരിവാർ സമൂഹത്തിൻ്റെ ഭാഗമായി നിന്നാലും നിങ്ങൾ ഇത്തരം ആളുകളെ ചെറുക്കണം. ഇത്തരം രാഷ്ട്രീയ അവസരവാദികളെ കണ്ടറിയണം. അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് എന്തൊക്കെയോ കേരളത്തിൽ ചെയ്യാൻ കഴിയുമെന്നുള്ള ആ പ്രതീക്ഷയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല.
അത് അപ്രസക്തമായ വസ്തുതയാണ് എന്നുകൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു.